ജോജു ജോർജുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ പണി സിനിമ പകുതിയായ സമയത്ത് എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു റിസർച്ച് സ്കോളറാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്ന് എന്നെ കാണാം. എനിക്ക് മുള്ളാൻ നിങ്ങളുടെ പ്രൊവോക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. അതിനുശേഷം ഇല്ല പയ്യൻ വിളിച്ചിട്ട് ആകെ ജോജുചേട്ടൻ ആകെ ബഹളമായി. ഒരു ആന്റണി സിനിമയുടെ പോസ്റ്റർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാവുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ഇൻകം ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഞാൻ ഒരു സിനിമ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്താൽ അപ്പം ജോജുചേട്ടന് ചെറിയൊരു വിഷമം തോന്നി. കാര്യം ജോജുചേട്ടൻ അത്ര ഡീപ്പായിട്ട് ചിന്തിച്ചു. ശരിയായിട്ടാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കളഞ്ഞു. പടം ഭയങ്കര വലിയ വലിയ പൈസയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉപദേശ രൂപേണ ജോജുചേട്ടാ ഇത്രയും ബഡ്ജറ്റ് അങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അന്നേരത്തെ പുള്ളിയുടെ മാനസികാവസ്ഥയും വേറൊരു മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു. പിന്നെ റിലീസായി കഴിഞ്ഞ് ജോജുചേട്ടൻ ഏതോ ഒരു പയ്യനെ വിളിച്ച്, എന്നെ വിളിച്ചൊന്നുമില്ല, റിലീസായ സമയത്തൊന്നും വിളിച്ചിരുന്നു. സോറി ജോജു ജോർജുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ പണി സിനിമ പകുതിയായ സമയത്ത് അതൊക്കെ ഉപേക്ഷിച്ചതിന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. കിട്ടുന്ന വർക്കുകൾ മാക്സിമം യൂസ് ചെയ്യുക, കിട്ടുന്ന പരസ്യങ്ങൾ മാക്സിമം പിടിക്കുക. അത് എത്തിക്സ് ഇല്ലാത്ത ഒരു പരസ്യവും ചെയ്തിട്ടുമില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്തു. പണിയുടെ പൂജയ്ക്ക് ഞാൻ പോയി നിലവിളക്ക് കൂടത്തി. ജോജുചേട്ടൻ ഇടയ്ക്ക് എപ്പോഴോ ഒരു സമയത്ത് ഒരു ആന്റണി സിനിമയുടെ പോസ്റ്റർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാവുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ഇൻകം ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഞാൻ ഒരു സിനിമ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്താൽ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ആൻഡ്രോ ചേട്ടൻ സുഹൃത്താണ്, വിജയബാബു സുഹൃത്താണ്, ലിസ്റ്റിൻ വിളിക്കും, പിന്നെ എല്ലാവരെയും പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അൽഗോരിതം കട്ടാവും, റീച്ച് പോകും. കാര്യം നമ്മൾ വെറുതെ പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ ഇൻകം കട്ടാവും. അങ്ങനെ അപ്പം ജോജുചേട്ടന് ചെറിയൊരു വിഷമം തോന്നി. കാര്യം ജോജുചേട്ടൻ അത്ര ഡീപ്പായിട്ട് ചിന്തിച്ചില്ല. ശരിയായിട്ടാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി പടം ഭയങ്കര വലിയ വലിയ പൈസയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉപദേശ രൂപേണ ജോജുചേട്ടാ ഇത്രയും ബഡ്ജറ്റ് അങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അന്നേരത്തെ പുള്ളിയുടെ മാനസികാവസ്ഥയും വേറൊരു മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു. പിന്നെ റിലീസായി കഴിഞ്ഞ് ജോജുചേട്ടൻ ഏതോ ഒരു പയ്യനെ വിളിച്ച്, എന്നെ വിളിച്ചൊന്നുമില്ല, റിലീസായ സമയത്തൊന്നും വിളിച്ചൊന്നുമില്ല. നമ്മൾ പക്ഷേ പടം കണ്ടു. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ സ്റ്റോറി ഇട്ടു. അതിനുശേഷം ഇല്ല പയ്യൻ വിളിച്ചിട്ട് ആകെ ജോജുചേട്ടൻ ആകെ ബഹളമായി, പ്രശ്നമായി. ഞാൻ വീണ്ടും ജോജുചേട്ടനെ അനുകൂലിച്ചുകൊണ്ട്, കാരണം നമുക്ക് ആ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ അറിയാം, ശുദ്ധനാണ്. സംസാരിച്ചു, എന്നെ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇവിടെ അടുത്തൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, നിന്നെ ഒരു ലീഡാക്കിയിട്ടുള്ളൊരു പടമൊക്കെ നമുക്ക് ആലോചിക്കാം. സംസാരിച്ചു. നമുക്കൊന്ന് കറങ്ങാൻ പോയി, യൂറോപ്പിലൊക്കെ നമുക്കൊന്ന് കറങ്ങാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് രണ്ടുപേർക്കും സമയം കിട്ടിയില്ല. പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നു. എനിക്കും അല്ലാതെ പരിപാടി വരുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, വേറെ പരിപാടി, വേറൊരു പടം, 1-2 പടങ്ങൾ ഞാനും കമ്മിറ്റ് ചെയ്തു. ഞാനും തിരക്കാണ്. അതാ ഞാൻ സത്യം പറഞ്ഞാൽ രോഹിത്തെ കഴിഞ്ഞ മാസം വിത്ത് ടാക്സ് അടച്ച 10 ലക്ഷം രൂപയുടെ വർക്ക് ഞാൻ ചെയ്തു. ഇപ്പോൾ ഈ കേസ് വരുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം GST അടച്ച കേട്ടോ. 10 ലക്ഷം എന്ന് പറയുമ്പോൾ 1,80,000 രൂപ GST അടച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാനിത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിയമത്തിന് വിട്ടോ അല്ലെങ്കിൽ അഖിൽമാരാർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കള്ളന്മാർക്ക് ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്, നമുക്ക് നേരെ ഒന്നും വരാനില്ല എന്നുള്ളത് അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും പേഴ്സണലി വലിയ സൗഹൃദമുണ്ട്. ഇപ്പം ആൻഡ്രോ ചേട്ടൻ 2 ദിവസം മുമ്പ് വിളിച്ച സമയത്ത് തമാശയ്ക്ക് ചോദിച്ച്, അപ്പോൾ ഞാൻ പറയും, നമ്മൾക്ക് കേസിലൊക്കെ പെട്ടപ്പോൾ എന്താ വിളിക്കാഞ്ഞെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അഖിലിനെ സംബന്ധിച്ച് ഇതൊക്കെ പുത്തിരിയുള്ള കാര്യമല്ലോ. ബിബിൻ ജോർജ് വിളിച്ചപ്പോൾ ബിബിൻ്റെ അടുത്ത് ഇതിന് എൻ്റെ പുതിയ പടം ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കേസിലൊക്കെ പെട്ട് രാജ്യദ്രോഹിയൊക്കെ ആയിട്ടിരിക്കുക ബിബിനെന്നൊക്കെ പറഞ്ഞു. ബിബിൻ പറഞ്ഞു, അഖിലേട്ടനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. അപ്പം ഈ എന്നോട് അടുപ്പമുള്ള മിക്ക ആൾക്കാരും കരുതുന്നത് അഖിൽ ഇങ്ങനെ കൂടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും, കേസൊക്കെ വരും, പുള്ളി അത് കൈകാര്യം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി ഒന്നും അവരാരും മനസ്സിലാക്കിയില്ല. അടുപ്പമുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ ചിലർ ഗ്രാവിറ്റി ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് നിൽക്കുന്നു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ. ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ശബ്ദം കൊണ്ട് പ്രയോജനപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. അത് ജനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർത്തി, എനിക്കെന്താ പ്രശ്നം. എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ മുന്നോട്ട് ഒരു തടസ്സങ്ങളും ഇനി ഒന്നും വേണ്ട രോഹിത്ത്. നാളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. ഞാൻ ഇപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, അഖിലൊരു മറുനാടൻ ഷാജൻ്റെയൊക്കെ കൂട്ട് അഖിലെ ഒരു വലിയ ന്യൂസ് ചാനൽ അഖിലിൻ്റെ നേതൃത്വത്തിൽ ചെയ്താൽ എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് നല്ല പൈസ ഉണ്ടാക്കാം. എനിക്ക് അതിനുള്ള ശേഷിയുണ്ടല്ലോ, സംസാരിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു ഭീഷണിയായിരിക്കും. അപ്പോൾ ഒരു മിനിറ്റ്, ഇത് നമ്മൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അതെ പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ നാളിതുവരെ യൂട്യൂബിൻ്റെ വരുമാനം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. യൂട്യൂബിൽ എന്നെ വിറ്റ് കാശാക്കുന്ന നിരവധി ആൾക്കാരുള്ളപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ കണ്ടന്റുകൾ എടുത്ത് ലക്ഷക്കണക്കിന് വ്യൂസ്. ഇപ്പം തന്നെ ഈ രാജ്യദ്രോഹ കേസെന്ന് പറഞ്ഞ് ഒരാളുടെ 48 ലക്ഷം വ്യൂ.
17,000 അത് സബ്സ്ക്രൈബേഴ്സ്. മാത്രമല്ല അഖിൽമാരാരുടെ ലൈവുകൾ മാത്രം കൊണ്ടുപോയിട്ട് പൈസയാക്കുന്ന അതുകൊണ്ട് അല്ല ഞാൻ, പക്ഷെ അത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ ആക്ച്വലി 1 മില്യൺ വ്യൂസ് കിട്ടുമ്പം $30-35 കിട്ടുന്നത്. 1 മില്യൺ വ്യൂസിന് 30. പിന്നെ നമ്മുടെ ഫാൻ പേജ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അഖിൽമാരാരുടെ പേജ് നോക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തന്നാളാ. രോഹിത് അവനറിയാം അവൻ എനിക്ക് എത്ര വരുമാനം കിട്ടും. ഞാൻ ചെയ്താൽ വരുമാനം കിട്ടും, അവനും അറിയാം. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, അഖിലേട്ടാ ഒരു വീഡിയോ ഒന്ന് യൂട്യൂബിലിട്ടാലും ഒന്ന് അനങ്ങും. ഞാൻ വേണ്ട, നമുക്ക് ആ ഇൻകം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഒരുപാട് സമയം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു. തീർച്ചയായിട്ടും രോഹിത്തെ സന്തോഷം. ഞാൻ നമ്മൾ പഴയ പരാതികളുണ്ടല്ലോ, രോഹിത്തിൻ്റെ ഒപ്പമുള്ളൊരു ഇൻ്റർവ്യൂ അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ച് അല്ല ഒരിക്കലും പരാതി എന്നുള്ളതല്ല. ഒരിക്കൽ ഞാൻ തമാശയായിട്ട് ഞാൻ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലാണ് നമ്മുടെ സുഹൃത്ത് കൃഷ്ണകുമാർ ഞാനിപ്പം അങ്ങോട്ട് ആക്ച്വലി ഇതെനിക്ക് ഫിനാൻഷ്യലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആകാം. 100% ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. ഇതിപ്പം സമൂഹത്തോട് പറയുന്നത് അല്ല 100%. പ്രത്യേകിച്ച് അഖിൽമാരാര് ഈ ഒരു വിഷയങ്ങൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ ഞാൻ രോഹിത്തിനെ അങ്ങോട്ട് വിളിച്ചത്, ഒന്ന് എനിക്ക് രോഹിത്തിനോട് ഒരു ഇഷ്ടമുണ്ട്, നിങ്ങളെന്ന് പറയുന്ന ആങ്കർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു സുഹൃത്തെന്ന് ഒരു അനിയനെ പോലെ ചേട്ടാന്നുള്ള വിളി ഉണ്ടായതുകൊണ്ട് അനിയാന്നുള്ളൊരു സ്നേഹമുണ്ട്. എനിക്ക് ചേട്ടാന്ന് വിളിക്കാനുള്ള പ്രായമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അന്നോട്ടെ ചേട്ടാന്ന് വിളിക്കുന്നത്. അതായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇലക്ഷൻ മത്സരിച്ച് തോറ്റത് കേട്ടോ. ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ച അതേ വർഷം തന്നെയാണ് താങ്കളും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ചത്. രണ്ടുപേരും തോറ്റു. അപ്പൊ രണ്ടായാലും എല്ലാവിധ ആശംസകളും. അപ്പോ ഒരു ഇലക്ഷൻ പരാജയത്തിന്റെ ഒരു വിഷമം, ജീവിതത്തിൽ ഒരു പരാജയം അവിടെ കിടക്കുന്നു, അത് ഒരു വലിയ വിജയത്തിലേക്കുള്ള പടിയാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. എല്ലാം ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒറ്റ കാര്യമാണ്, എല്ലാം എഴുതി വെച്ചേക്കുകയാണ്. ആ എഴുതി വെച്ചേക്കുന്നിടത്തേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ എന്നെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ട പണികൾ ഞാൻ എടുത്തില്ലെങ്കിൽ മറ്റൊരാൾ എടുപ്പിച്ചുകൊണ്ട്. അതൊരു 8 വാർഡുകൾ ഒരു ചെറിയ 100 പേജിന്റെ നോട്ട് ബുക്കിലാണ് എഴുതിയെങ്കിൽ ഒരു 500 പേജിന്റെ വലിയ ബുക്കിലേക്ക് മണ്ഡലത്തിന്റെ കാര്യങ്ങൾ. രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമല്ല, സംഭവിക്കാനുള്ളതേ സംഭവിക്കൂ, അതിലേക്ക് നമ്മൾ എത്തും. അപ്പം അടുത്ത വർഷം ഞാൻ എന്താകണം, ഞാൻ ഏതാകണം, എന്നെ കൊണ്ട് എന്താണ് ഈ നാടിന് പ്രയോജനപ്പെടേണ്ടത് എന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചെങ്കിൽ അതിലേക്ക് നമ്മൾ കൊണ്ടെത്തും. അത് തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി തലകുത്തി പറഞ്ഞാലും എത്തത്തില്ല. നിങ്ങളത് ആഗ്രഹിച്ചാലോ ആഗ്രഹിച്ചില്ലല്ലോ വേറെ ആരൊക്കെ ഇരുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇതുപോലെ ഞാനല്ലെങ്കിൽ മറ്റൊരാളും നാട്ടിൽ ഇപ്പം സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഒരു വലിയ ശബ്ദമാണ് കിട്ടുന്നത്. ഒരു 1000 പേർ 1000 അടുത്തിരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പവർ കാണും ഒരാൾ പറയുമ്പോൾ 1000 പേര് കേൾക്കുന്ന ശബ്ദം. ആ ശബ്ദം ജനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. തെറ്റുകളൊക്കെ പറ്റും, അത് നിങ്ങൾ ക്ഷമിക്കുക എന്ന് നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ആ ശബ്ദത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാൽ അൾട്ടിമേറ്റ് ഇല്ലാതാവുന്നത് ഇവിടെ ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനത കൂടിയാണ്. അപ്പോൾ നമ്മളെ വേടനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അടുത്തിടെ ഉയർന്നു വന്നൊരു വലിയ സംഭവമാണ് ഈ ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെ ഭയങ്കരമായിട്ട് ഉയർത്തി സംസാരിക്കുന്നത്. രോഹിത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ CPM ദളിതിനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. എൻ്റെ അറിവിലില്ല കേട്ടോ, എൻ്റെ അറിവിലില്ല. അങ്ങനെ മത്സരിപ്പിക്കുമ്പോഴല്ലേ അവൻ ഉന്നതിയിലേക്ക് വരുന്നത്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഞാൻ ഈ ചോദ്യം കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രി ആക്കിയിട്ട് ഞങ്ങൾ കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രി ആക്കിയത് പോസ്റ്റ് ഇടത്തല്ല. അല്ല, അത് അവിടെ കൊടുത്ത സീറ്റ് ഏതാ? സംവരണ മണ്ഡലത്തിൽ ദളിതനെ നിർത്തുന്നത് ഇവരുടെ എടുക്കാണോ? മാത്രമല്ല, അത് ഭരണഘടന കൊടുത്തേക്കുന്ന അവന്റെ അവകാശമാണ്. ഞാൻ ചോദിക്കാനല്ലേ, കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് മന്ത്രി ആകുന്നതിൽ ഇത്ര വലിയ മഹത്വം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവർക്കാണ് മഹത്വമായി തോന്നുന്നത്. ഇത് പല കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തേക്കുന്ന പുരോഗമനപരമായ തീരുമാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുന്തവുമില്ല. പുരോഗമനം ആഗ്രഹിക്കുന്ന ഒരുവനാണെന്നോ, അല്ലെ നമ്മൾ താണ്ട ഒരു വെല്ലുവിളി പോലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിതനായി നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, മനുഷ്യരെല്ലാം ഒന്നാണെങ്കിൽ, മനുഷ്യരെല്ലാം സഖാക്കന്മാരാണെങ്കിൽ, ഒരു 5 ജനറൽ സീറ്റിലെങ്കിലും കുറഞ്ഞതൊരു 5 ജനറൽ സീറ്റിലെങ്കിലും നിങ്ങളൊരു ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് നിങ്ങൾ പറ, എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നായരില്ല, ഈഴവനില്ല, മറ്റൊരു ജാതിയുമില്ല, അവൻ വോട്ട് ചെയ്യുന്നത് ഒരു സഖാവിനാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊന്ന് നിർത്തി കാണിക്കട്ടെ. ഞാൻ ഈ ചോദ്യം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിലെ കാര്യമല്ല, അദ്ദേഹം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോയ സമയത്ത് അവിടെ ഒരു മണ്ഡലത്തിൽ ജനറൽ സീറ്റിൽ ഒരു ദളിത് വനിതയെ നിർത്തിയെന്നും ജയിച്ചു എന്നും പറഞ്ഞു കേട്ടോ. വളരെ ദാരുണമായ പരാജയം സംഭവിച്ചപ്പോഴും ഇത് ജയിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു സീറ്റിലെങ്കിലും നിർത്തിയല്ലോ. പിന്നെ ഞാൻ കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കാത്തതും BJPയുടെ ഈ ചോദ്യം ചോദിക്കാത്തതും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ്. അവരിതേന്ന് പറഞ്ഞ് നടക്കുമല്ലോ, ഞങ്ങൾ ഇവരെ രക്ഷകരാണെന്നൊന്നും പറഞ്ഞ് നടക്കുമെന്നല്ലോ. അവരെ നമ്മൾ ആക്ഷേപിക്കുന്നത് അവരിച്ചിരി അപ്പർ കാസ്റ്റാണ്, സാധാരണ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം. എങ്കിലും അവർ രണ്ടുപേരും ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ ദളിതരെ എടുത്ത് വെച്ചിട്ടുണ്ട്.
BJPയുടെ പന്തളത്ത് നഗരസഭയിൽ ജനറൽ സീറ്റിൽ വനിതാ ദളിത് സ്ത്രീയെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ജനറൽ മുനിസിപ്പാലിറ്റിയിൽ വനിതയെ വെച്ചിട്ടുണ്ട്. ദളിത് വനിതയെ വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ CPM ഒരു ഉണ്ണി സഖാവും CPIക്ക് ഒരു ബാബു സഖാവും ഉണ്ട്. ഇവർ രണ്ടുപേരും എല്ലാ ഇലക്ഷനും ആകുമ്പോൾ രണ്ടുപേരും ദളിത് സമുദായക്കാരാണ്. എല്ലാ ഇലക്ഷനും ആകുമ്പോൾ പോസ്റ്റ് വോട്ടിംഗ് ആണ് ഇവരുടെ ഏറ്റവും മെയിൻ പരിപാടി. രണ്ടുപേരും പോസ്റ്റ് വോട്ടിംഗ് അനൗൺസ് ചെയ്യുന്നു. ഞങ്ങളെപ്പോഴും ചോദിക്കും അല്ലെ നിങ്ങൾക്ക് എന്താ സീറ്റില്ല, ഞങ്ങളുടെ മണ്ഡലം ഇതായിട്ടില്ല, സംവരണമായിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ കോൺഗ്രസിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്, ദളിത് സമുദായം ജനറൽ സീറ്റ് പോയി. ഞാൻ പഞ്ചായത്തിലെ കാര്യമല്ലോ, പഞ്ചായത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഈ താഴെ തട്ടിൽ പോലും കോൺഗ്രസിനും അല്ലെങ്കിൽ BJPക്കും ഒക്കെ അത്തരത്തിലുള്ള മുഖങ്ങളുണ്ട്. കോൺഗ്രസ് മത്സരിച്ചു, കുഞ്ഞമ്പു മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിയമസഭാ സീറ്റിൽ കുഞ്ഞമ്പു മത്സരിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയാം, ഈ AK ബാലൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ AK ബാലൻ പോലും AK ബാലനായി, അതായത് മന്ത്രി തലത്തിൽ അത്രയും ഉയർന്നൊരു നേതാവായതിനു ശേഷം അതല്ല കേട്ടോ. ഞാൻ സിമ്പിളായി പറയട്ടെ, അച്യുതാനന്ദന്റെ കാലത്തിന്റെ മുന്നേ ഒരു നായർക്ക് മുകളിലോട്ട് താഴോട്ടുള്ള ഏത് ജാതിയിൽപ്പെട്ട ഒരാളും നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അല്ല, അത് നോക്കണം. നമ്മൾ നായർ അവർക്ക് അപ്പർ കാസ്റ്റ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പോളിറ്റ് ബ്യൂറോയിൽ ആരുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത് പറ്റിക്കപ്പെടുന്നൊരു സമൂഹം ഇവരാണ്. ഇത് നമ്മളല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്, നമ്മൾ ഇവർ പറയണ്ടേ ഇതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാത്ത സമൂഹം അവരാണ്. അതാ നമ്മൾ സത്യത്തിൽ ചർച്ച കൊണ്ടുപോകേണ്ടത്. ഇവിടെ ആരാണ് യഥാർത്ഥ നിങ്ങളുടെ ശത്രു എന്നുള്ളതാണ്. അത് അവർക്ക് 1000 തവണ അവർ ചിന്തിക്കണം. ആരാണ് ഞങ്ങളുടെ ശത്രു? ഞങ്ങളെ മുന്നോട്ട് പോകാത്തതിൽ നിന്ന് തടസ്സം വിട്ടുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഒരു സംശയം വേടനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചോദിച്ചോട്ടെ. വേടൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ എന്നെ ഒരാൾ ബാംഗ്ലൂരുള്ള ഒരാൾ വിളിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അധികം സംസാരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഇത്ര വലിയ ജാതീയതയുണ്ടോ? വേടൻ പാട്ടുകളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഈ വലിയ ജാതീയമായ അതിർവരമ്പുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടോ? ഇത് ഞാൻ 2 കാര്യം പറയാം. ഇപ്പം അയ്യങ്കാളിയൊക്കെ ആയിട്ടുള്ള താരതമ്യമൊക്കെ ഞാൻ കണ്ടു. യാഥാർത്ഥ്യബോധത്തോടെ രോഗത്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നവരൊന്ന് ചിന്തിക്കുക. ഒരു കുട്ടിക്ക് സുഖമില്ല, ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് സുഖമില്ല, വലിയ മാരക രോഗമാണ്, വളരെ ദയനീയമായ രൂപമാണ്. കാണുന്ന കാഴ്ചയിൽ നമുക്ക് ആർക്കും കരളലിയുന്ന ഒരു കുട്ടിയെ എടുത്ത് ഞാൻ വെച്ചിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിനെ സഹായിക്കണം, ഈ നിങ്ങൾ പൈസ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുട്ടിക്കൊരു 50 ലക്ഷം രൂപ വരുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ കമ്മീഷനും അടിച്ചിട്ട് ഈ കൊച്ചിനെ സഹായിക്കുന്നത് ആക്ച്വലി ഈ കുഞ്ഞിൻ്റെ ദയനീയത രോഗത്തെ ഞാൻ വിറ്റ് എനിക്ക് റീച്ചും കാശും ഉണ്ടാക്കുന്ന പണിയാണ്, നന്മയല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കൊച്ചിന് ലാഭം കിട്ടിയിട്ടുണ്ട് ഇല്ലേ? പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് 10 ലക്ഷവും കിട്ടണം, എനിക്ക് റീച്ചും കിട്ടണം, ഞാൻ നന്മമരവും ആവണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ദയനീയത വിറ്റ് കാശാക്കുകയാണ്. ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? പണം വാങ്ങി ഒരുവൻ്റെ ദയനീയ അവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടു വളർന്ന കാഴ്ചകൾ, അതായത് അയാളുടെ പേഴ്സണൽ അനുഭവമല്ല, മറ്റനുഭവങ്ങളാണ്. ഇപ്പം കുമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളുടെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയതാണ്. അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും എഴുതുമ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അവൻ്റെ അവസ്ഥ, അവൻ്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ഇത് ചോദിക്കാം, നീ ആരടാ എന്ന് ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും സർക്കാരിനോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇതുപോലത്തെ ഞാൻ പറഞ്ഞൊരു പബ്ലിക്, ഇപ്പം ഒരു ആദിവാസി, അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇന്നലകളിൽ ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം. പക്ഷേ നന്മമരം കളിക്കരുത്. ഒരു പ്രശ്നമുണ്ട്, ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. വേടൻ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു ഇന്റർവ്യൂലോ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ അനുകൂലിച്ച് മുമ്പ് എഴുതി കേട്ടോ. ഈ അയാളുടെ പ്രശ്നം വന്ന സമയത്ത് പൊതുസമൂഹം ചാർത്തി കൊടുക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പൊതുസമൂഹത്തോടാണ്, ഞാൻ വേടനെ അല്ല കുറ്റം പറഞ്ഞത്. ഞാൻ ഒരിക്കലും, അയാൾ പാട്ടുകാരനാണ്, അയാൾ റാപ്പറാണ്, അയാൾ എഴുതുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ ഒരു പുതിയ തലമുറയുണ്ട്, അത് അയാൾ മനോഹരമായി ചെയ്യുന്നു. ഒരുപക്ഷെ അയാളുടെ പാട്ട് കേൾക്കുന്ന ഈ തലമുറയ്ക്ക് ഒന്നുമില്ല. അതെ, ഇന്നത്തെ പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടല്ല. അവർക്ക് വേടൻ്റെ ജാതി വിഷയമല്ല, വേടൻ്റെ നിറം വിഷയമല്ല, അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ, അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആരാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ല, അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റി
അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത്? ഈ സമൂഹത്തിനകത്തൊരൊക്കെ ഒരു രാഷ്ട്രീയം, വേടൻ ഒരു രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ വേടൻ്റെ രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് BJP-ക്കാർ പറയുന്ന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും. പക്ഷേ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞ് ഈ സമൂഹത്തിനെ ജാതീയമായിട്ട് ജാതീയമായൊരു ഭിന്നിപ്പാണല്ലോ. ഇപ്പോൾ ഒരാൾ വേടനെ എതിർത്താൽ നീ നായരായണ്ടല്ലടാ ആ പാവം പിടിച്ചവനെ എതിർത്തതെന്നല്ലേ? അങ്ങനല്ല, നമ്മൾ നായരായതുകൊണ്ടോ വേറൊരു ജാതി ആയതുകൊണ്ടല്ല എതിർത്തത്. അയാളെ എതിർക്കുന്നുമില്ല. ഇവിടെ ആരാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നലകളിൽ ഒരു ഒരു റേപ്പ് കേസ്, മീറ്റു പോലത്തെ കേസിൽ പ്രതിയായിട്ടുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇതിൻ്റെ ശരിതെറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് സർക്കാർ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതിനൊരു വലിയ കാരണമുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ 9 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ 10 വയസ്സോ 11 വയസ്സോ ഉണ്ടായിരുന്നവരൊക്കെ വോട്ടവകാശമുള്ളവരായി മാറി. അവരാണ് ആ വലിയ ഓഡിയൻസ് ആണ് വേടന്റെ ഓഡിയൻസ്. സ്വാഭാവികമായിട്ടും അവരുടെ PR വർക്കുകൾ അങ്ങോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇവർ വോട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർ വോട്ട് പിടിച്ചോട്ടെ, എന്തിന് മനുഷ്യനെ തമ്മിലടിപ്പിക്കണം? ഞാൻ നേരത്തെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എമ്പുരാൻ്റെ അതേ മാറ്റർ നേരത്തെ പറഞ്ഞാണ് എൻ്റെ ഉത്തരം. അതാണ് അവരുടെ രാഷ്ട്രീയം. അത് നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുക പറ്റും. ടൂളായി മാറാതിരിക്കട്ടെ വേടനെ പോലുള്ളവർ. വേടനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടികൾ ചെയ്യരുത്.